അപ്പൊ എല്ലാവർക്കും ഒരു റിച്ച് മോർണിംഗ്. മാം വിസിബിൾ അല്ലേ മാം? വിസിബിൾ ആണ്, ഓഡിബിൾ ആണ് മാം. ഓക്കെ, താങ്ക് യു. അപ്പം അഞ്ജലി മാം രാവിലെ തന്നെ നല്ലൊരു വെൽക്കം തന്നു. ഇപ്പൊ നമ്മുടെ ബിസിനസിന്റെ ഒരു സാധ്യതയാണല്ലേ ശരിക്കും. ഞാനിവിടെ പാലക്കാടാണെങ്കിൽ അഞ്ജലി മാം പൊള്ളാച്ചിയിലാണുള്ളത്. പക്ഷെ പൊള്ളാച്ചിയിൽ നിന്ന് നമുക്ക് ഇവിടുത്തെ ഒരു വെൽക്കം കിട്ടുക. അപ്പൊ രാവിലെ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ആ ഗുഡ് മോർണിംഗിൽ അല്ലെങ്കിൽ ഒരു നല്ലൊരു വാം വെൽക്കം എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം പോസിറ്റീവ് ആക്കാനുള്ള ഒരു എന്താ പറയാ നല്ലൊരു ഓപ്പർച്യൂണിറ്റി തിരഞ്ഞെടുത്തത് കൊണ്ട് മാത്രം കിട്ടിയതാണ് അല്ലേ. പുറത്തൊന്നും ഇതൊന്നും അറിയാതിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് ജസ്റ്റ് നമ്മൾ പറയുമ്പോൾ ഇതെന്തൊക്കെയോ ആളെ പിടിക്കുന്ന പരിപാടിയല്ലേ, എന്നെ പെടുത്താനല്ലേ, അല്ലെങ്കിൽ നിനക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്നെ അതിൽ കൊടുക്കാൻ പോവുകയല്ലേ എന്നൊക്കെ മൈൻഡ് സെറ്റ് ആയിരിക്കും. പക്ഷെ ഇതിനകത്ത് വന്ന് വളരെ സീരിയസ് ആയിട്ട് ഈ ബിസിനസ് ചെയ്യുന്ന ഓരോരുത്തർക്കും തോന്നിയിട്ടുണ്ടാവും ഞാൻ മാറി. നമ്മളെ അറിയുന്ന ആളുകളും പറയും നീ ഭയങ്കര മാറി അല്ലേ. അതെന്താന്ന് വെച്ചാൽ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ അന്ന് വരെ ചെയ്ത കാര്യങ്ങളിൽ നിന്ന് വലിയൊരു മാറ്റമാണ് നമ്മുടെ ലൈഫിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. പേഴ്സണാലിറ്റിയിലാണെങ്കിലും നമ്മളെ സംസാരത്തിലാണെങ്കിലും ഡ്രസ്സിങ് രീതിയിലാണെങ്കിലും ആറ്റിറ്റ്യൂഡിലാണെങ്കിലും മറ്റുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റിലാണെങ്കിലും അതുപോലെ തന്നെ ഒരുപാട് നോളേജുകൾ ഇതൊക്കെ നമുക്ക് കിട്ടുന്നത് ഈ ഒരു ബിസിനസ്സിൽ വന്നതുകൊണ്ട് മാത്രമാണ്. അപ്പം നമ്മളിവിടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ് ചെയ്യണത് എല്ലാവരും. അപ്പോൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്താണെന്ന് അറിയാണ്ടാണ് പല ആളുകളും ഈ ബിസിനസ് ചെയ്യുന്നത്. അപ്പൊ ശരിക്കും എന്താണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്? അതിൽ തുടക്കത്തിൽ ഒരു കോട്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നേടുന്ന ഒന്നിനു വേണ്ടി എന്തിനാണ് ഒരുപാട് കാലം നമ്മൾ കാത്തിരിക്കുന്നത്? ഇന്ന് നേടാൻ പറ്റുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എന്തിനാണ് നമ്മൾ വർഷങ്ങളോളം കാത്തിരിക്കുന്നത്? ഇപ്പൊ നമ്മളെല്ലാരും കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്, നമ്മളെ നമ്മുടെ അച്ഛനമ്മമാര് പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ. അപ്പോൾ ഇതൊക്കെ പഠിപ്പിച്ചതിന്റെ ലാസ്റ്റത്തെ ലക്ഷ്യം എന്തായിരിക്കും? ഒരു ജോലി ഉണ്ടാക്കുക, ഒരു വരുമാനം ഉണ്ടാക്കുക, ഭാവിയിൽ അവർക്ക് അവരുടെ ലൈഫ് സെറ്റിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കുറേ വർഷങ്ങൾ അല്ലെ, നമ്മുടെ എത്ര വർഷങ്ങളാണ് നമുക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെലവാക്കണത്. പക്ഷെ ആരും ചിന്തിക്കില്ല ഇന്ന് ഏറ്റവും നല്ല സ്കൂളിൽ പഠിപ്പിക്കണം, ഏറ്റവും എന്താ പറയാ നല്ല ട്യൂഷൻ സെന്ററിൽ വിടണം, എത്രയും നല്ല കോച്ചിങ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുട്ടി ജനിച്ച് ഒരു 3.5 വയസ്സാകുമ്പോൾ തുടങ്ങിയിട്ട് നമ്മള് വർഷങ്ങളോളമാണ് ആ കുട്ടീനെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് ആ കുട്ടി എത്ര വർഷം പഠിച്ചോ അത് കഴിഞ്ഞ് ആ കുട്ടിക്ക് ഒരു ജോലി കിട്ടണമെങ്കിൽ ആ കുട്ടി സർട്ടിഫിക്കറ്റ് കൊണ്ട് ഒരിക്കലും ജോലി കിട്ടില്ല അല്ലെ. നമ്മൾ വീണ്ടും അവിടെ പോയി വർക്ക് ചെയ്താലേ കിട്ടുള്ളൂ. അപ്പൊ അത്രയും വർഷങ്ങളൊക്കെ കാത്തിരിക്കുന്ന നമ്മള് ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ വന്നു കഴിഞ്ഞാൽ ഒരു 2 or 3 ഇനി കൂടിപ്പോയാൽ 5 വർഷം കാത്തിരിക്കാൻ ഇവിടെ വയ്യ അല്ലെ. അപ്പഴേക്ക് തുടങ്ങും. നമ്മൾ ജോയിൻ ചെയ്ത് ഒരു 2 മാസം ആകുമ്പോഴേക്കും നീ കുറെ കാലമായല്ലോ, നീ എന്താണ് ഇവിടെ നേടിയത്? ഈ ചോദ്യം എല്ലാരും കേട്ടിട്ടുണ്ടാവില്ലേ? ഇങ്ങനെ ഒരു ചോദ്യം എല്ലാരും കേട്ടിട്ടുണ്ടാവില്ലേ അല്ലേ? അപ്പൊ എന്തുകൊണ്ടാണ് നമ്മളൊക്കെ നമ്മുടെ മക്കളെ 3.5 വയസ്സിൽ കൊണ്ട് ചേർത്തിയിട്ട് പിറ്റത്തെ വർഷം മുതൽ അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാത്തത്? അവരെ മാത്രം നമ്മൾ ഒരു 10-15 വർഷം ഏകദേശമൊക്കെ പഠിപ്പിക്കും അല്ലെ. ആ പഠിപ്പിക്കുന്ന അത്രയും കാലം ഫ്രീ ആയിട്ടല്ലല്ലോ പഠിപ്പിക്കുന്നത്, അങ്ങോട്ട് കാശ് കൊടുത്തിട്ടല്ലേ പഠിപ്പിക്കുന്നത്. പക്ഷെ അതൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ നമ്മളൊരു ബിസിനസ്സിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആ ബിസിനസ്സിൽ നീ എന്ത് നേടി? ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റില്ല. എത്ര പേർക്ക് പറയാൻ പറ്റും നമ്മളൊരു 2 or 3 വർഷം സീരിയസ് ആയിട്ടാണ് ഫിജിക്കാർഡ് ചെയ്തതെങ്കിൽ നമ്മൾ ഇങ്ങനെ ആയിരുന്നോ? നമ്മൾ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. നമ്മളിൽ ഒരുപാട് ചേഞ്ച് ഉണ്ട് അല്ലെ. അപ്പം ഒരുപാട് പേര് മൈക്ക് ഓൺ ആണ്. കമലാവതി മാം, സരസ്വതി മാം, അഞ്ജലി മാം, ഇവരൊക്കെ ഒന്ന് മൈക്ക് ഓഫ് ചെയ്യൂ. അപ്പം ഇതൊക്കെ നമ്മൾ ചിന്തിച്ച് നോക്കുന്ന സമയത്ത് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവിടെ വന്ന എല്ലാരും ആദ്യം പഠിക്കുന്ന സാധനം ക്ഷമയാണ് അല്ലെ. നമ്മൾ സീരിയസ് ആയിട്ട് ഈ ബിസിനസ് പറയാൻ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് അവഗണനയായിരിക്കും. പക്ഷെ ആ അവഗണന കിട്ടി നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മളെ അവിടെ ഒരാൾ എന്ത് ചെയ്യാണ്ടാവും? പോസിറ്റീവ് ആക്കാനുണ്ടാവും. പക്ഷെ മറ്റെല്ലാ സ്ഥലത്തും നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമ്മളെ ആരും പോസിറ്റീവ് ആക്കാൻ ഉണ്ടാവില്ല അല്ലെ. കാരണം അവരവിടെ അവരുടെ ജോലി ചെയ്യണു, മറ്റേ ആള് അവരുടെ ജോലി ചെയ്യണു. അവിടെ ആണെങ്കിൽ ആരും ആരെക്കാൾ കയറി പോകരുത് എന്നൊരു മൈൻഡ് സെറ്റ് ആയിരിക്കും. പക്ഷെ നമ്മുടെ ബിസിനസിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ നമ്മൾ കൊടുന്ന ഒരാൾ കയറി വരാതെ നമുക്ക് കയറി പോകാൻ പറ്റില്ല അല്ലെ. അപ്പോൾ നമുക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്താന്ന് ആദ്യം നോക്കാം അല്ലെ. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്ലാന് പറയുന്ന സമയത്ത് പല ആളുകളും പറയും
ആളെ പിടിക്കുന്ന പരിപാടിയാണ്. ഇത് മണി ചെയിൻ അല്ലേ? അതേപോലെ പിന്നെ എന്തൊക്കെ കേൾക്കാറുണ്ട്? ഇങ്ങനെയൊക്കെ കുറെ സംഭവത്തിൽ ഞാൻ പോയി പെട്ടിട്ടുണ്ട്. എനിക്കൊന്നും കിട്ടിയിട്ടില്ല, എന്റെ എത്ര പൈസ പോയി, എന്റെ എത്ര പൈസ പോയി, ഇങ്ങനെയൊക്കെ നമ്മൾ കേൾക്കുന്ന സമയത്ത് നമ്മൾക്ക് ആദ്യം വേണ്ടത് നോളേജ് ആണ് അല്ലെ? ആ സാധനമാണ് നമ്മൾ ഇവിടെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് സാധനങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് വാങ്ങിച്ചത് കൊണ്ട് എല്ലാ ദിവസവും ട്രെയിനിങ് എവിടെന്നാ ഫ്രീ ആയിട്ട് കിട്ടുക? അതല്ലെങ്കിൽ ഒരുപാട് ആളുകൾ നമ്മളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ വരിക? നമ്മുടെ നാട്ടിലുള്ള ഒരു കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നമുക്കൊരു മാനസികമായിട്ട് നമുക്കൊരു പ്രോബ്ലം വരുമ്പോൾ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഒരു പ്രോബ്ലം വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആ കടക്കാരൻ വന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരുമോ? അല്ലെങ്കിൽ പിറ്റേത്തെ തവണ കടയിൽ പോണ സമയത്ത് നമുക്ക് എന്തെങ്കിലും വരുമാനം തന്നിട്ടുണ്ടോ ഇന്ന് വരെ? എങ്കിൽ നമ്മളൊക്കെ മാറി ചിന്തിക്കേണ്ട സമയം ഒരുപാട് കഴിഞ്ഞിരിക്കുന്നു അല്ലെ? അപ്പോൾ ബിസിനസ്, കച്ചവടമാണ് ഇന്ന് ഏറ്റവും നല്ല ബ്യൂട്ടി ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യം. ആ കച്ചവടത്തിലൂടെയാണ് വലിയ വലിയ വരുമാനങ്ങൾ ആളുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് വീണ്ടും വിദ്യാഭ്യാസത്തിലൂടെ വലിയ കോടീശ്വരന്മാരായ ആളുകളെ നമുക്ക് കാണിച്ചു തരാൻ പറ്റും. അതായത് വിദ്യാഭ്യാസം മീൻസ് നമ്മൾ ഒരു ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഒരു സർക്കിൾ ഉണ്ടാവില്ല, എത്ര സാലറി എന്ന് പറഞ്ഞിട്ട്. അതിൽ കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ടോ? ഒരു കലക്ടർ ആയിക്കോട്ടെ, കലക്ടറിന് ഇത്ര രൂപ സാലറി ഉണ്ടാവും. ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിക്കോട്ടെ, ഇത്ര രൂപ സാലറി ഉണ്ടാവും. ഒരു ടീച്ചർക്ക് ഇത്ര രൂപ സാലറി ഉണ്ടാവും. പക്ഷെ ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിക്ക് ഇത്ര രൂപ സാലറി ഉണ്ടോ? അയാൾക്ക് ലാഭം ഉണ്ടാവാം, അയാൾക്ക് നഷ്ടം ഉണ്ടാവാം അല്ലെ? അപ്പം ബിസിനസിന്റെ വലുപ്പമാണ് ഇന്ന് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. കച്ചവടം എന്താണെന്ന്. അപ്പം ആദ്യം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്താന്ന് പറയുമ്പോൾ ഒരു കമ്പനിയുടെ സാധനങ്ങളോ സേവനങ്ങളോ നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രാറ്റജീസ് അവർ ഉപയോഗിക്കാറുണ്ട്. അതായത് പരസ്യം ചെയ്യാറുണ്ട്, അതുപോലെ സെലിബ്രിറ്റീസിനെ വെച്ചിട്ട് അഭിനയിപ്പിക്കാറുണ്ട്, നോട്ടീസ് അടിക്കാറുണ്ട്, ഫ്ലക്സ് വെക്കാറുണ്ട്. പിന്നെ ഇതിനേക്കാൾ കൂടുതൽ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വാമൊഴിയാണ് അല്ലെ? നമ്മളാണ് ഏറ്റവും നല്ല മാർക്കറ്റ് ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകൾ. പക്ഷെ ഇതുവരെയും ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. ആരെങ്കിലും പുതിയൊരു ഷോപ്പ് തുടങ്ങണമെങ്കിൽ നമ്മളോട് പറയും ഇതൊന്ന് സ്റ്റാറ്റസ് വെക്കിട്ടോ, ഇപ്പത്തെ ട്രെൻഡ്. അപ്പൊ നമ്മുടെ സ്റ്റാറ്റസിലുള്ളവർ മുഴുവൻ, നമ്മുടെ സ്റ്റാറ്റസ് വ്യൂവേഴ്സ് മുഴുവൻ ഫ്രീ ആയിട്ട് ആ ഒരു പരസ്യം കാണുകയാണ് അല്ലെ? നമ്മൾ അത് ചിന്തിക്കില്ല, നമ്മളൊരു ഉപകാരം. അതേപോലെ നമ്മൾ വാങ്ങിയ ഡ്രസ്സ്, നമ്മൾ കഴിച്ച ഫുഡ്, നമ്മൾ കണ്ട സിനിമ, ഇതെല്ലാം നമ്മൾ മറ്റുള്ളവർക്ക് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുത്തപ്പോ എപ്പോഴെങ്കിലും ഒരു തവണയെങ്കിലും ഫ്രീ ആയിട്ട് ഒരു ഡ്രസ്സ് തന്നിട്ടുണ്ടോ നമ്മുടെ അവിടുത്തെ തുണിക്കടക്കാര്? അതല്ലെങ്കിൽ ഫ്രീ ആയിട്ട് എന്തെങ്കിലും സാധനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ടോ? ഇനി സിനിമയ്ക്ക് പോയപ്പോൾ നമ്മൾ ഒരുപാട് ആളുകളെ തിയേറ്ററിൽ എത്തിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇന്ന് വരെ ആ തിയേറ്ററിന്റെ ഉടമ നമുക്ക് ഒരു പ്രാവശ്യം ടിക്കറ്റ് ഫ്രീ തന്നിട്ടുണ്ടോ? ടൂറ് പോയ സ്ഥലങ്ങളൊക്കെ സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞു, വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തപ്പോൾ ഇത് എവിടെയാ ചോദിച്ചിട്ടുണ്ടാവും അല്ലെ? നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ അവിടെയൊക്കെ അവരും പോയിട്ടുണ്ടാവും പിന്നീട് നമ്മള് ആ സ്റ്റാറ്റസ് ഇട്ടതിന്റെ പേരില്, അല്ലെങ്കിൽ പറഞ്ഞതിന്റെ പേരില്. ഇനി ഏറ്റവും നല്ല സ്കൂൾ നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കാറുണ്ട്, ഏറ്റവും നല്ല ഡോക്ടറെ റെഫർ ചെയ്യാറുണ്ട്. അതേപോലെ കല്യാണ ബ്രോക്കർമാര് എന്താണ് റെഫറിങ് ആണ്. ഇനി നമ്മൾ എത്ര പേർക്ക് കല്യാണം റെഡിയാക്കി കൊടുത്തിട്ടുണ്ടാവും അല്ലെ? ബ്രോക്കർമാരാണത് ചെയ്യണമെങ്കിൽ അവർക്ക് നല്ല ഫീസ് കിട്ടും. നമ്മളാണ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും? നാളുകളിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആദ്യം നമ്മുടെ തലയ്ക്കായിരിക്കും അടി കിട്ടുക. അങ്ങനെ നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഈ സാധനങ്ങള് നമുക്ക് ഫ്രീ ആണെങ്കിൽ ഇതൊക്കെ പൈസക്ക് ചെയ്യുന്ന കുറെ ആളുകളുണ്ട്. ആ രീതിയിലാണ് ഇവിടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ വലിയൊരു സാധ്യത നമുക്ക് മുന്നിൽ തുറന്നു തരുന്നത്. അപ്പൊ മറ്റുള്ള കമ്പനികളൊക്കെ അവരുടെ സാധനങ്ങളും സേവനങ്ങളൊക്കെ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്ട്രാറ്റജീസിൽ ഒന്നാണ് ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ നോൺ സാലറീഡ് പീപ്പിൾസ് ആണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഫിക്സഡ് സാലറി അല്ല ഇവർക്ക് കിട്ടുന്നത്. സ്ഥിരമായിട്ട് ഇത്ര രൂപ സാലറി അല്ല ആർക്ക് കിട്ടുന്നത്? ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്ന, ഡയറക്ട് സെല്ലിംഗ് ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുന്നത്. അവർക്ക് കമ്മീഷൻ ബേസ് ആണ്. അതായത് നോൺ സാലറി പീപ്പിളും ആണ്, സ്ഥിരമായിട്ട് ഒരു ജോലിക്കാരല്ല അവരാരും. അപ്പൊ കമ്മീഷൻ ബേസിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് ആളുകളാണ്. അപ്പം ഇവിടെ നമ്മൾ അങ്ങനെ ഒരു കൂട്ടം ആളുകളെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു കൂട്ടായ്മ ആവശ്യമാണ് അല്ലെ? ആ കൂട്ടായ്മയിൽ എന്തൊക്കെ ആവശ്യമാണ്? മറ്റുള്ള ഒരാളെ അറിയാൻ നമുക്ക് പറ്റണം, കസ്റ്റമറുടെ ടേസ്റ്റ് അറിയണം, കൂടെ വന്ന ആൾക്കാരെ സ്വപ്നങ്ങൾ അറിയണം. അതേപോലെ തന്നെ നമുക്ക് എന്താ പറയാ, ഒരു സെയിൽ നടന്നില്ലെങ്കിലും ക്ഷമിക്കാൻ പഠിക്കണം. അതുപോലെ തന്നെ നമ്മുടെ കൂടെ വന്നവരെ വിജയിപ്പിക്കാൻ നമുക്ക് കുറെ കാര്യങ്ങൾ അറിയണം. നമുക്കറിയുന്നതൊക്കെ നമ്മൾ മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ബിസിനസ്സിൽ വിജയിച്ചു.
ഇനി ഇതിൽ പല ആളുകളും ചിന്തിക്കും, എനിക്ക് ആ കഴിവില്ലല്ലോ, ഞാനൊരു വീട്ടമ്മയല്ലേ, എന്നെ കൊണ്ട് എങ്ങനെയാ സാധിക്കുക അതൊക്കെ, അല്ലേ? നമ്മളൊക്കെ ചിന്തിക്കുന്നതാണ്, ഞാനൊരു വീട്ടമ്മയാണ്, അതുകൊണ്ട് എനിക്കിത് പറ്റില്ല. ഞാൻ ഇന്ന് വരെ വീട് നോക്കലും കുട്ടികളെ നോക്കലും ഹസ്ബൻഡിന്റെ കാര്യം നോക്കലും മാത്രം ചെയ്ത് എന്റെ കാര്യം തന്നെ നോക്കാൻ മറന്നൊരു വ്യക്തിയാണ്. ഞാൻ എങ്ങനെ ഒരു ബിസിനസ് ചെയ്യാനാണ്? നമ്മുടെ ചിന്തയാണ് പ്രശ്നം. നമുക്കൊന്നും ബിസിനസ് പറ്റില്ല എന്ന ചിന്തയാണ്. കാരണം ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് അതിനൊക്കെ കുറെ പൈസ വേണ്ടേ, അല്ലെ? നമ്മുടെ എല്ലാവരും ചിന്തയല്ലേ, ബിസിനസ് ചെയ്യാൻ കുറെ പൈസ വേണം, അല്ലെ? അപ്പോൾ ഈ ബിസിനസ് ചെയ്യാൻ നമ്മൾ പൈസ ഇറക്കുക എന്നത് മാത്രമാണ് നമ്മൾ അവിടെ ചിന്തിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഇപ്പൊ അഞ്ജലി മാമിന്റെ കയ്യിൽ കുറെ പൈസ വന്നു, മാം പെട്ടെന്ന് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്. സക്സസ് ആവുമോ? ഒരിക്കലും സക്സസ് ആവില്ല, അല്ലെ? കാരണം ഒരുപാട് കാലം എന്ത് ചെയ്യണം, ആ ബിസിനസ് എന്താണെന്നും അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം, അല്ലെ? ആ ബിസിനസ് ആ നാട്ടില് എങ്ങനെ സ്കോപ്പ് ഉണ്ട്, എവിടെ ഇട്ടാൽ അത് വിജയിക്കും, ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാനുണ്ട്. ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് വർഷങ്ങളുടെ പഠനത്തിന്റെ ശേഷമായിരിക്കും നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ നമ്മുടെ ബിസിനസ് ചെയ്യാൻ വേണ്ടി വർഷങ്ങൾ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ഒരുപാട് ലക്ഷങ്ങളും കോടികളും മുടക്കേണ്ട ആവശ്യമുണ്ടോ? ഇതൊന്നും ഇല്ലാതെ വളരെ സിമ്പിൾ ആയിട്ട് ഇൻവെസ്റ്റ്മെന്റോ ടാർഗറ്റോ പ്രഷറോ ബോസോ ഒന്നും ഇല്ലാതെ ഏതൊക്കെയോ ആളുകൾ നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇന്ന് വരെ ഉപയോഗിച്ച സാധനങ്ങളെ ഒന്ന് മാറ്റി നമ്മുടെ ഷോപ്പ് തൽക്കാലത്തേക്ക് ഒരു തവണ മറ്റൊരു ഷോപ്പിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ കമ്പനിയിൽ പാർട്ണറായി. അവിടെയാണ് ഇനി വിൽപ്പനയുടെ ഒരു വലിയ ലോകം നമുക്ക് തുറന്നു തരുന്നത്. എനിക്ക് വിൽക്കാനൊന്നും അറിയില്ല, അല്ലെ? നമ്മളെല്ലാരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് വിൽപ്പന അറിയില്ല, എനിക്ക് സെയിൽ അറിയില്ല, എന്നെ കൊണ്ടതൊന്നും പറ്റില്ല എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മളെ തളർത്താനല്ല, നമ്മളെ കൈപിടിച്ച് ഉയർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകളുണ്ട്, അല്ലെ? അപ്പൊ നമുക്കിവിടെ ആദ്യം തന്നെ കിട്ടുന്നത് എന്താണ്? സ്കില്ലാണ് കിട്ടുന്നത്. ഒരുപാട് ആളുകൾ നമ്മളെ പഠിപ്പിക്കാൻ തയ്യാറായി നിൽക്കണം, അതും ഫ്രീ ആയിട്ട്, അല്ലെ? ഒന്ന് തളർന്നു പോയാൽ താങ്ങാൻ ഒരുപാട് കൈകളുണ്ട്. അപ്പം തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെയാണ് പല ആളുകളും ഇതൊക്കെ ചെയ്യണത്, അല്ലെ? അതേപോലെ നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് വരുന്ന സമയത്ത് നമുക്ക് അവർക്കും ഒരു എന്താ പറയാ വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ സ്വന്തമായിട്ട് ഒരു സ്ഥാപനം തുടങ്ങാതെ ഒരുപാട് ആളുകൾക്ക് വലിയ രീതിയിൽ വരുമാനം ഉണ്ടാക്കി കൊടുക്കാനും ഒരുപാട് ആളുകൾക്ക് ജോലി ഉണ്ടാക്കി കൊടുക്കാനും നമുക്ക് പറ്റും. നമ്മൾ സാലറി കൊടുക്കാതെ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ കുറെ ആളുകളെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എനിക്കില്ലാത്ത കഴിവൊക്കെ എൻ്റെ പാർട്ട്ണറിന് ഉണ്ടെങ്കിൽ പോലും എനിക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റും. ഇപ്പൊ എനിക്ക് മലയാളം മാത്രമേ അറിയുള്ളൂ, തമിഴും ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ അറിയുന്ന ഒരു പാർട്ട്ണറെ ഞാൻ കണ്ടെത്തി കഴിഞ്ഞാൽ എനിക്ക് ആ ഭാഷകളിലൊക്കെ പ്ലാൻ കൊടുക്കാൻ പറ്റും, അല്ലെ? ഇപ്പോ അഞ്ജലി മാം പൊള്ളാച്ചിയിലാണ്, ഞങ്ങൾ തമ്മിൽ ഒരിക്കലും ഒരു കണക്ഷൻ ഉണ്ടാവാൻ യാതൊരു സാധ്യതയില്ല. ഇതേപോലെ ഒരുപാട് സ്ഥലങ്ങളിലുള്ള ആളുകൾ ഇന്നിപ്പോ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെ? ചെന്നൈയിലുണ്ട്, നാമക്കല്ലുണ്ട്, കോയമ്പത്തൂരുണ്ട്, കേരളത്തിലെ പല ജില്ലകളിലൊക്കെ എൻ്റെ ബിസിനസ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഞാൻ ഇറങ്ങി ഓടിയാൽ മാത്രമാണ് നടക്കുള്ളൂ എങ്കിൽ ഇവിടെ വളരെ സിമ്പിൾ ആയിട്ട് ഒരു കൂട്ടം വിജയിക്കണം എന്ന് മോഹമുള്ള കുറെ ആളുകള്, തുടക്കത്തിൽ ആർക്കും വിജയിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടല്ല, പൈസ ഇല്ല എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ ആളുകളും ആരൊക്കെയോ നിർബന്ധിച്ചതിന്റെ പേരിലും പ്രഷർ താങ്ങാൻ വയ്യാതെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് വന്ന ആളുകളും, അല്ലെങ്കിൽ ചേച്ചിയും അനിയത്തിയാണെങ്കിൽ, അല്ലെങ്കിൽ അച്ഛനും അമ്മയാണെങ്കിൽ, സഹോദരങ്ങളാണെങ്കിൽ, മക്കളാണെങ്കിലൊക്കെ അവരുടെ ഒരു കമ്മിറ്റ്മെന്റിന്റെ പേരിൽ വന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് ഈ ബിസിനസ്സിലൂടെ ഒരുപാട് പാഠങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, അല്ലെ? അപ്പൊ അതില് വിൽപ്പന എന്താണ്, അല്ലെ? നമുക്ക് എല്ലാവർക്കും അറിയാം വിൽപ്പന എന്താണെന്ന്. പക്ഷെ നമ്മളൊക്കെ അത്, ചില ആളുകൾ ഭയങ്കര സീരിയസ് ആയിട്ട് സെയിലിനെ എടുക്കും, എന്നാൽ ചില ആളുകൾ അതിന് സീരിയസ് ആയിട്ട് എടുക്കില്ല. അപ്പൊ വിൽപ്പന എന്നാൽ ആരോ ഒരാൾക്ക് നിങ്ങൾ ചെയ്യുന്ന എന്തോ ഒന്നല്ല, അതായത് ആരോ ഒരാൾക്ക് നിങ്ങൾ ചെയ്യുന്ന എന്തോ ഒന്നല്ല, അത് ആരോ ഒരാൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഒന്നാണ്. അപ്പൊ നമ്മൾ ഒരാൾക്ക് ഒരു സാധനം കൊടുക്കുമ്പോൾ എന്തെങ്കിലും കാണിച്ചിട്ട് കൊടുക്കുന്നതിന് പകരം അത് അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മളിപ്പോ ഒരാൾക്ക് ഒരു സാധനം കൊടുക്കാൻ പോവുകയാണെങ്കിൽ അതിന്റെ ആവശ്യം അവർക്കായിരിക്കും ഉണ്ടാവുക. പക്ഷെ നമ്മൾ കൊണ്ടുപോയ സാധനങ്ങൾ സെയിലാവാൻ വളരെ സാധ്യത കുറവാണെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ നോക്കും, അല്ലെ? അവർക്ക് അതുകൊണ്ട് എന്താണ് യൂസ് എന്ന് പറഞ്ഞു കൊടുത്താൽ നമ്മളത് അടിച്ചേൽപ്പിക്കുന്ന പകരം അതിന്റെ എന്താ പറയാ അതിന്റെ ഗുണങ്ങളാണ് അവർക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അത് അവര് നിർബന്ധിതമായിട്ടും ചിലപ്പോ വാങ്ങിക്കും. നോ പറഞ്ഞ ആളുകൾ തന്നെ പിന്നീട് അത് വാങ്ങിക്കാൻ സാധ്യതയുണ്ട്, അല്ലെ? അപ്പം നമ്മൾ വിചാരിക്കും നമുക്കൊന്നും സെയിൽ അറിയില്ല എന്ന്. പക്ഷെ നമ്മളെല്ലാവരും ഇവിടെ സെയിൽസ്മാൻമാരാണ്.
നമ്മൾ ഓരോ കാര്യം മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കുന്ന പല കാര്യങ്ങൾ. ഇപ്പം ഓരോ വ്യക്തിയും ജനിക്കുമ്പോ തന്നെ വിൽപ്പനക്കാരായിട്ടല്ലേ ജനിക്കുന്നത്. അതായത് ഇപ്പൊ ഒരു ജോലിക്ക് വേണ്ടി ഇന്റർവ്യൂവിന് പോകുന്ന ഒരാള് അവിടെ ഒരു സാധനം വിൽക്കുകയാണ് അല്ലെ. അവിടെ ഒരു സർവീസിനെ കുറിച്ചിട്ടാണ് പറയാൻ വന്നത്. വോട്ട് കിട്ടാൻ വേണ്ടി പ്രസംഗം നടത്തുന്ന ഒരാള് എന്താ സംഭവിക്കുന്നത്? എന്തൊക്കെയോ പ്രതീക്ഷകളല്ലേ. സാധനങ്ങൾ മാത്രമല്ലല്ലോ വിൽക്കുക. പിന്നെ കേസ് വാദിക്കുന്ന ഒരു വക്കീല്, അതേപോലെ തന്നെ വില കുറഞ്ഞ വസ്ത്രത്തെ കുറിച്ചോ ഒരു ഡയമണ്ടിനെ കുറിച്ചോ ഭാര്യയെ ബോധ്യപ്പെടുത്തുന്ന ഒരാള്, അതൊരു വിൽപ്പനയല്ലേ. നമ്മളൊരു ഷോപ്പിൽ കയറിയിട്ട് നല്ലൊരു സാധനം വേണം പറയുമ്പോ പോക്കറ്റിലെ പൈസ നോക്കുമ്പോ നമ്മൾ എന്ത് പറയും? ആ സാധനം കൊള്ളില്ല, ആ കളർ നന്നല്ല, അല്ലെങ്കിൽ 100 കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ അവിടെ വിലപേശും അല്ലേ. അവിടെ കടക്കാരായിരിക്കില്ല വിലപേശുക, നമ്മളാണ് സാധനങ്ങൾ മാറ്റി വാങ്ങിപ്പിക്കുക. അതേപോലെ തന്നെ ഇപ്പൊ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോണെങ്കിൽ കുട്ടികളെ നമ്മളെ നിർബന്ധിച്ചിട്ട് അങ്ങനെ അവിടെ എത്തിക്കും. അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ നമ്മളുടെ വീട്ടിലുള്ള നമുക്ക് ആരാണോ നമ്മുടെ കുടുംബം നോക്കുന്ന ഒരാള്, അവരെ കൊണ്ട് അത് നമ്മുടെ ആവശ്യമാണ് നമ്മൾ വാങ്ങിപ്പിക്കില്ലേ, ആ കാര്യം സാധിപ്പിക്കില്ലേ അല്ലെ. നമുക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇപ്പൊ എനിക്കൊരു കല്യാണത്തിന് പോകണം, എനിക്കൊരു ഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡിനോട് അത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയാം അല്ലെ. ആളെ എങ്ങനെ അത് സമ്മതിപ്പിച്ചെടുക്കണം എന്ന് എനിക്കറിയും. അതെന്തുകൊണ്ടാണ്? നമ്മൾ അവരെ പഠിച്ചു വെച്ചതും കൊണ്ടായിരിക്കും അല്ലെ. അതും ശരിക്കും കച്ചവടം തന്നെയല്ലേ. നമ്മളെ നിർബന്ധിച്ചിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണല്ലേ. അപ്പോൾ ഇത് കച്ചവടത്തിന് പല മുഖങ്ങളുണ്ട്, സാധനങ്ങൾ വിൽക്കൽ മാത്രമല്ല. അപ്പം അതേപോലെ തന്നെ ഇതില് ഞാൻ വിറ്റില്ലെങ്കിൽ നിങ്ങൾ എനിക്ക് വില നൽകേണ്ടതില്ല, ഞാൻ വിറ്റില്ലെങ്കിൽ നിങ്ങൾ എനിക്ക് വില നൽകേണ്ടതില്ല എന്ന് പറയുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ വിൽപ്പനക്കാരനാണോ വരുമാനം, അതായത് വാങ്ങിക്കുന്ന ആൾക്കാണോ വരുമാനം കിട്ടുന്നത്? ഇന്ന് വരെ നമ്മൾ കണ്ടത് വിൽപ്പനക്കാരന് വരുമാനം കിട്ടുന്നു, വാങ്ങിക്കുന്നവന് വരുമാനം കിട്ടുന്നില്ല അല്ലെ. നേരെ റിവേഴ്സിലേക്ക് പോവാം. വിൽപ്പനക്കാരനും വാങ്ങിക്കുന്നവനും വരുമാനം കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ഇത് കേൾക്കുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് ആളുകൾ ഓടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മുന്നേ പോയ ആളുകൾ ഇവിടെ പല തരത്തിൽ ഇതിനെ ചെയ്തു വെച്ചിട്ടുണ്ട്, വളരെ മോശപ്പേര് കേൾപ്പിച്ച് വെച്ചത് കൊണ്ടാണ് ആളുകളൊക്കെ ഇതിനെ കേൾക്കുമ്പോൾ തന്നെ ഓടാൻ ശ്രമിക്കുന്നത്. നമ്മൾ ഈ പ്ലാൻ കൊണ്ട് പോകുമ്പോ അയ്യോ എനിക്ക് വേണ്ട, അയ്യോ ഇത് ഞാൻ കേട്ടിട്ടുണ്ട്, അവൾ ആളെ പിടിക്കാൻ വന്നു അല്ലേ. ഞങ്ങളോടൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഇന്നെന്താ ചാക്ക് എടുത്തില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾ ചാക്ക് മാറ്റി ഞങ്ങൾ വലിയ വണ്ടി ആക്കിയിട്ടുണ്ട്, അതിന്റെ ബാക്കിൽ പെറുക്കിയിടാനാണ് ഞങ്ങൾ വരുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇന്ന് ആ ചാക്ക് പറഞ്ഞ ആള് അവിടെ ഇരിക്കുന്നുണ്ട്, ഞാൻ ഇന്ന് കമ്പനിയിലെ സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർ ആയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ വ്യത്യാസം അല്ലേ. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന പ്രവൃത്തി അതെന്താണെങ്കിലും നമ്മളത് ആത്മാർത്ഥമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അല്ലെ. അപ്പം ഈ ഒരു ബിസിനസ്സിനെ ആത്മാർത്ഥമായി കാണുന്ന ആളുകളൊക്കെ രാവിലെ 7 മണിക്ക് ഇവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ 7 മണിക്ക് ഇന്ന് ഞാനാണ് ഈ ഒരു സെഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നാളെ ഇതിൽ കേൾക്കുന്ന ബാക്കിയുള്ള ആളുകളായിരിക്കും. എന്താണ് അവിടെ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ സ്കില്ലാണ് ഇവിടെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. ആവശ്യം എന്താ? ഒന്ന് മൈക്ക് ഓഫ് ചെയ്യൂ. പെട്ടെന്ന് ID കട്ടായി പോയി. നമുക്ക് കുറെ ആളുകൾ ഇനി റീജോയിൻ ആവാനുണ്ട്. രാജേഷ് സാർ, വിശാലു മാം, അനിത മാം ഒക്കെ ഒന്ന് മൈക്ക് ഓഫ് ചെയ്യുക. ജോയിൻ ചെയ്യുന്ന ആളുകളൊക്കെ ഒന്ന് മൈക്ക് ഓഫ് ചെയ്തിടാം. അപ്പം നമ്മളിവിടെ നമ്മൾ ഒരാൾക്കൊരു സാധനം കൊടുക്കുമ്പോൾ അത് ഇഷ്ടമില്ലാതെ കൊടുക്കുന്നതും ഭയങ്കര ഇഷ്ടത്തോടു കൂടി കൊടുക്കുന്നതും രണ്ടും രണ്ട് വ്യത്യാസമുണ്ട് അല്ലെ. അപ്പം ഇതില് നമ്മൾ ആദ്യം ചിന്തിക്കണം, കുതിരപ്പുറത്ത് ഇരിക്കുന്ന നിങ്ങൾ നിസ്സാരക്കാരനാണെന്ന് കരുതിയാൽ യുദ്ധം ഒരിക്കലും നിങ്ങളെ കൊണ്ട് നയിക്കാൻ സാധിക്കില്ല അല്ലെ. അപ്പൊ ഈ ബിസിനസ് എന്റെ ആണ്, ഈ ബിസിനസ് എനിക്കേ ചെയ്യാൻ പറ്റുള്ളൂ, ഞാൻ ഈ ബിസിനസ്സിൽ നന്നായി ചെയ്യണം എങ്കിൽ, എനിക്ക് കുതിരേന്റെ മുകളിൽ കയറിയിരിക്കണമെങ്കിൽ എനിക്ക് ആദ്യം കുതിരേനെ ഒന്ന്
സെറ്റ് ആവണം അല്ലേ? കുതിരയായിട്ട് ഞാനൊന്ന് അടുക്കണം. അതുപോലെ തന്നെ കുതിരപ്പുറത്ത് കയറാൻ എനിക്കറിയണം. കുതിരപ്പുറത്ത് നല്ല വേഗത്തിൽ സഞ്ചരിക്കാൻ എനിക്കറിയണം. എങ്കിൽ മാത്രമാണ് എനിക്ക് എന്താവാൻ പറ്റുള്ളൂ? കുതിരപ്പുറത്ത് കയറി യുദ്ധം ചെയ്യാൻ പറ്റുള്ളൂ. കുതിരപ്പുറത്ത് കയറി യുദ്ധം ചെയ്യണ സമയത്ത് നമ്മൾ കൈയൊക്കെ ഇങ്ങനെ 2 കൈയും കുതിരപ്പുറത്ത് വെച്ചിട്ടായിരിക്കില്ല അല്ലെ? അപ്പൊ അതിന് അത്രയും പ്രാക്ടീസ് വേണം. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നാളെ യുദ്ധമാണെങ്കിൽ എനിക്ക് ഇന്ന് തന്നെ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? കുതിരപ്പുറത്ത് കയറിയിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ യുദ്ധം ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. അപ്പം നമ്മൾക്ക് അതിനെന്ത് വേണം? കുതിരപ്പുറത്ത് കയറാൻ പഠിക്കണം. കുതിരപ്പുറത്ത് നമ്മൾ കൈവിട്ട് യാത്ര ചെയ്യാൻ പഠിക്കണം. നല്ല രീതിയിൽ കുതിരേനെ ഓടിക്കാൻ അറിയണം. ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്? അപ്പൊ നമ്മള് ഞാൻ നിസ്സാരക്കാരനല്ല എന്ന് നമുക്ക് പറയാം അല്ലെ? ഇന്ന് എന്നെ കേട്ടിരിക്കുന്ന പല ആളുകൾക്കും അറിയില്ല, തോന്നുന്നില്ലേ? പഴയ ഞാനല്ല ഞാൻ ഒരുപാട് മാറിയിട്ടുണ്ട് അല്ലേ? കുറെ ആളുകൾ പറയും നിനക്കിപ്പോ ഭയങ്കര മാറ്റം വന്നിട്ടുണ്ടല്ലോ അല്ലേ? നമ്മളിവിടെ നല്ല രീതിയിൽ സംസാരിക്കാൻ പഠിച്ചു. നമ്മളിവിടെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വിൽപ്പന എന്നത് വളരെ നല്ലതാണെങ്കിലും എന്തുകൊണ്ടാണ് ചില ആളുകൾ അതിനെ ഭയപ്പെടുന്നത്? അത് തെറ്റായ വിശ്വാസങ്ങളെല്ലാം കൊണ്ടാണ്. അതിൽ ഒന്നാമത്തെ കാര്യമാണ്, ഞാൻ വിൽപ്പനയിൽ അത്ര മെച്ചമല്ല, എനിക്ക് ഒരിക്കലും അത് ചെയ്യാനാകില്ല അല്ലെ? ഇത് നമ്മളാണ് അവിടെ തീരുമാനിച്ചത്. എനിക്ക് വിൽപ്പന പറ്റില്ല, ഞാൻ അങ്ങനെ വിചാരിച്ച ഒരാളാണ്. എന്നെ കൊണ്ട് വിൽപ്പനയൊന്നും സാധിക്കില്ല. കാരണം നമ്മൾ അത് പറയുമ്പോൾ ആളുകളെ എങ്ങനെ എടുക്കുക അല്ലെ? നമുക്ക് അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അയ്യോ, ഞാനൊരു സാധനം കൊണ്ടുപോകുമ്പോൾ നിനക്കിപ്പോ വേറെ പണിയൊന്നുമില്ലേ, ഇതും കൊണ്ടാണോ നടക്കണത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കില്ലേ? അപ്പം ഞാൻ വിൽപ്പനയിൽ അത്ര മെച്ചമല്ല, എനിക്ക് ഒരിക്കലും അത് ചെയ്യാനാകില്ല എന്ന നമ്മുടെ ആദ്യത്തെ വിശ്വാസമാണ് അവിടെ തകർക്കേണ്ടത്. നമ്മൾ ചെയ്തു നോക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ നമ്മൾ എന്താവും? നമ്മളെ കുറിച്ചൊരു വിലയിരുത്തും അല്ലെ? അപ്പോൾ ഇപ്പൊ നിങ്ങള് വിൽപ്പനയിൽ മെച്ചമൊന്നുള്ള ആളായിരിക്കില്ല, അതായത് നന്നായി വിൽക്കാൻ അറിയുന്ന ഒരാളൊന്നും ആയിരിക്കില്ല. പക്ഷെ പഠിച്ചെടുത്താൽ അത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇതിലിരിക്കുന്ന പല ആളുകളും നല്ല വിൽപ്പനക്കാരായിട്ട് മാറിയിട്ടുണ്ട് അല്ലെ? പക്ഷെ തുടക്കത്തിൽ ആരും വിൽപ്പനക്കാരല്ല. നമ്മളത് പ്രൊഡക്റ്റ് കൊണ്ടു നടന്ന് വിൽക്കലല്ല അല്ലെ? നമ്മുടെ കമ്പനിയെ പ്രൊമോഷൻ ചെയ്യുന്നതിലൂടെ ഒരുപാട് ആളുകൾ, നമ്മളിവിടെ കച്ചവടം തന്നെയാണ് നടത്തുന്നത്, അപ്പൊ ബിസിനസ് തന്നെയാണ് നടത്തുന്നത്. അപ്പൊ മികച്ച രീതിയിൽ ഒരു വിൽപ്പനക്കാരനാവാൻ പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അല്ലെ? തുടക്കത്തിൽ തന്നെ എനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഒന്നും സാധിക്കില്ല. പിന്നെ എനിക്ക് ആരെയും ബോധ്യപ്പെടുത്താനാകില്ല, അത് സ്കില്ലില്ലാത്തതിന്റെ കുഴപ്പമാണ്. ഇപ്പൊ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയെ കുറിച്ച് നമ്മൾ 4 ആളുകളടുത്ത് പറയണമെങ്കിൽ ആദ്യം നമ്മൾ അത് പഠിക്കാൻ തയ്യാറാണ്. ഇവിടെ എല്ലാവരെയും പരാജയപ്പെടുന്ന ആളുകൾ, അല്ലെങ്കിൽ ഈ ബിസിനസ് ശരിയില്ല, ഞാൻ അതിൽ വന്നു എന്റെ പൈസ പോയി, ഇവിടെ വന്നു എന്റെ പൈസ പോയി എന്നൊക്കെ പറയുന്ന ആളുകള് ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവരതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല, പഠിക്കാൻ തയ്യാറായിട്ടില്ല. നമ്മുടെ കുറെ സമയം നമ്മള് മറ്റേ മരം വെട്ടുകാരന്റെ പോലെ മഴുമൂർച്ചയാക്കാനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം എടുക്കണമെങ്കിൽ നമ്മൾക്ക് ഉറപ്പായിട്ടും റിസൾട്ടും അതുപോലെ ആയിരിക്കും. അപ്പൊ തുടക്ക കാലഘട്ടങ്ങളിൽ നമുക്ക് വരുമാനം കുറവായിരിക്കും, പക്ഷെ നമ്മുടെ സ്കില്ല് അവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ അറിയാതെ നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ എനിക്ക് ഈ ഒരു സാധനത്തിനെ കുറിച്ച് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്താൻ അറിയണമെങ്കിൽ നമ്മൾ ആദ്യം ആ പ്രൊഡക്റ്റ് എന്താണെന്നും ആ കമ്പനി എന്താണെന്നും നമ്മളിവിടെ എന്തൊക്കെ ചെയ്യണമെന്നും കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞ് നമ്മൾ അത് പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാനും നമുക്ക് സാധിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ പല കസ്റ്റമറെ കാണുന്ന സമയത്ത് പല ആളുകളും പല രീതിയിലായിരിക്കും നമ്മളോട് സംസാരിക്കുക അല്ലെ? അപ്പം ഇതൊക്കെ നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. ഞാൻ അവരോട് പറഞ്ഞു അവര് വന്നില്ല, ഇവരോട് പറഞ്ഞു ഇവര് വന്നില്ല, അവരങ്ങനെയാണ് പറഞ്ഞത്, ഇവരെന്നെ കളിയാക്കി, മറ്റവരങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയണ സമയത്ത് ആദ്യത്തെ ഒരു 20 പേരോട് നമ്മൾ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ സെയിലിനെ കുറിച്ച് പറയുന്ന സമയത്ത് ആ 20 പേരും നമ്മുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിച്ചില്ല, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ബിസിനസ്സിൽ അസോസിയേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ അവിടെ എന്താണ് ചിന്തിക്കേണ്ടത് വെച്ചാൽ, ഇവിടെ എല്ലാരും ചിന്തിക്കുക, അയ്യോ ഇനി എന്നെ കൊണ്ട് ഇത് നടക്കില്ല, ഞാൻ ഈ ബിസിനസ് നിർത്തുകയാണ്, ഇത് എനിക്ക് പറ്റിയ പണിയല്ല. അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം നമ്മൾ ഓരോ ആളുകളടുത്ത് സംസാരിക്കുമ്പോഴും നമ്മൾ വീട്ടിൽ വന്ന് അവിടെ എഴുതി വെക്കുക, ഈ ആള് എന്തുകൊണ്ടായിരിക്കും ഇത് വേണ്ട പറഞ്ഞത്, നമ്മൾ പറഞ്ഞതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, നമുക്ക് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റിയില്ല അല്ലെ? നമ്മൾ പറഞ്ഞത് അവർക്ക് മനസ്സിലായില്ല, അല്ലെങ്കിൽ അവര് എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. അപ്പൊ ആദ്യത്തെ ആള് പറഞ്ഞ കാര്യത്തിന്റെ ഉത്തരം നമുക്ക് സ്വയം അറിയില്ലെങ്കിൽ നമുക്കിത് സൊല്യൂഷൻ തരാൻ ഇവിടെ ഒരുപാട് മുന്നേ വിജയിച്ച ആളുകൾ നമുക്കുണ്ട് അല്ലെ? അവരുമായിട്ട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇതെന്താന്നുള്ള ഉത്തരം കണ്ടുപിടിച്ച് അതിന്റെ നേരെ അത് അവിടെ എഴുതി വെച്ചു.
രണ്ടാമത് പ്രസന്റേഷൻ കൊടുക്കാൻ പോകുന്ന ആള് ഈ കാര്യമായിരിക്കില്ല നമ്മളോട് പറയേണ്ട, വേറൊരു കാര്യമായിരിക്കും. അതും നമ്മളുടെ ഉത്തരത്തിൽ നമുക്കും അറിയാത്തൊരു ചോദ്യമായിരുന്നു. അതിനും നമ്മൾ ഉത്തരം കണ്ടെത്തിയാൽ ഏകദേശം ഒരു 20 ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നതിന്റെ അപ്പുറത്തെ ചോദ്യങ്ങളൊന്നും പിന്നെ ആരും ചോദിക്കാറില്ല. കാരണം സെയിം ആയിരിക്കും എല്ലാവരും പറയാ, ഭാര്യ സമ്മതിച്ചില്ല, ഭർത്താവ് സമ്മതിച്ചില്ല, പ്രൊഡക്റ്റ് ക്വാളിറ്റി ഇല്ല, അല്ലെങ്കിൽ പ്രൊഡക്റ്റിന് വില കൂടുതലാണ്, ഇങ്ങനെ ഒരു കമ്പനി കേട്ടിട്ടില്ല, ഇത് മണി ചെയിൻ അല്ലേ, ഇങ്ങനെ 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 പോകുന്ന കുറച്ച് സ്ഥിരമായിട്ട് ആളുകൾ യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമുക്ക് ഇവിടെ ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ ഇതിനുള്ള ഉത്തരങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും പരാജയങ്ങൾ ഉണ്ടാവില്ല. അതേപോലെ തന്നെ ആളുകൾ നെഗറ്റീവ് ആണ്. ആളുകൾ ഇവിടെ നെഗറ്റീവ് ആണ് എന്ന് നമ്മളാണ് ചിന്തിക്കുന്നത് അല്ലെ. നമ്മൾ പറയാൻ പോകുന്ന കാര്യം അവരെ അടിച്ചേൽപ്പിക്കാനാണ്. ഈ പറഞ്ഞ പോലെ ചാക്കും കൊണ്ട് വരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മൾ പറയണ സമയത്ത് നമ്മൾ എന്താ ചിന്തിക്കുന്നത്, അവരെ എങ്ങനെയെങ്കിലും വീഴ്ത്തണം, എനിക്കൊരു പാർട്ട്ണർ വേണം, അവരെ എങ്ങനെയെങ്കിലും ഇവിടെ കൊണ്ടുവരണം. അതിന് നമ്മൾ ഇങ്ങനെ നിരന്തരമായിട്ട് അവരെ ടോർച്ചർ ചെയ്ത് ഇവിടെ കൊണ്ടുവരികയല്ല ചെയ്യേണ്ടത്. അപ്പോ ആളുകൾ എന്തുകൊണ്ടാണ് നെഗറ്റീവ് ആണെന്ന് നമുക്ക് തോന്നുന്നു വെച്ചാൽ, നമ്മൾ കൊണ്ടുവന്ന ഒരു സാധനം അവർക്ക് ആവശ്യമില്ല, പക്ഷെ ഇവിടെ നിർബന്ധിച്ച് അവരെ കൊണ്ട് എടുപ്പിക്കുകയാണെങ്കിൽ, ഇങ്ങനെ 4 പേര്, നമ്മൾ മാത്രമായിരിക്കില്ല, പല ബിസിനസ് ചെയ്യുന്ന ആളുകളും അവരെ സമീപിക്കുന്നുണ്ടാവും. അപ്പം അവർ ഓട്ടോമാറ്റിക്കലി നെഗറ്റീവ് മൈൻഡ് സെറ്റിലേക്കാണ് പോകുന്നതെങ്കിൽ, ഇപ്പോ ഫിജിക്കാട്ട് ചെയ്യുന്ന നമ്മൾ മാത്രമല്ല, ഒരുപാട് ആളുകൾ ഉണ്ടാവും. നമ്മൾ പ്ലാന് പറഞ്ഞിട്ട് കേൾക്കാത്ത പല ആളുകളും വേറൊരാള് പ്ലാന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഈ ഒരു ബിസിനസ്സിൽ വന്നിട്ടുണ്ടാവും. അതേപോലെ തന്നെ നമ്മളിപ്പോ കടയിൽ പോയി കഴിഞ്ഞൊരു സാധനം വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ഒരു സാധനം നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, പക്ഷെ പിന്നെ നമ്മുടെ മൈൻഡ് ഇങ്ങനെ പറയാണ്, അയ്യോ അതിനേക്കാൾ ബെറ്റർ ഉണ്ടാവോ എന്നൊക്കെ പറയുമ്പോൾ സെയിൽസ്മാൻമാര് നമ്മളോട് പറയുണ്ടാവൂലെ, കുറെ വലിച്ചിട്ട് കഴിഞ്ഞാൽ അവര് പറയും, മാഡത്തിന് ഈ ഡ്രസ്സ് ഇട്ടാ എന്താ ഭംഗി, സൂപ്പർ ആയിട്ടുണ്ടാവും കേട്ടോ, മാഡത്തിന് ഇട്ടിട്ട് വന്ന ഡ്രസ്സിനേക്കാൾ അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ് 4 ഡയലോഗ് അടിച്ചാൽ നമ്മൾ അവിടെ വീണു ഒന്നും നോക്കാതെ ആ ഡ്രസ്സ് എടുത്തിട്ട് വരും. ഇങ്ങനെ തന്നെയാണ് ലാസ്റ്റ് സംഭവിക്കുക അല്ലെ. അപ്പൊ ഇതേപോലെ ഈ ഒരു ബിസിനസിന്റെ ആവശ്യം എന്താന്ന്, അല്ലാതെ നമ്മളൊരു വിൽക്കാൻ പോകുന്ന ഒരു ഇതിന് പകരം നമ്മൾ അവരുടെ ആവശ്യം മനസ്സിലാക്കി അവർക്ക് ലൈഫിൽ ഇത് എങ്ങനെ യൂസ് ആവും എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെ അന്വേഷിച്ചിട്ടായിരിക്കും ആളുകൾ എത്തുക. കാരണം ഇതുവരെ നമ്മൾ അങ്ങോട്ടാണ് പോയിട്ട് ആളുകളെ കണ്ടെത്തിയിരുന്നെങ്കിൽ, ഇനി നമ്മളെ ഇങ്ങോട്ട് അന്വേഷിച്ച് വരുന്ന കാലഘട്ടമാണ് വരുന്നത്. ഇപ്പൊ പേപ്പറിലൊക്കെ കാണുന്നുണ്ട് അല്ലെ, ജോലി ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ട്, തൊഴിൽ എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പം ഇപ്പൊ തന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ അവിടെ യുദ്ധം കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് പല ആളുകളുടെയും ജോലി പോയി നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പല ആളുകളും വളരെ സ്വപ്ന പ്രതീക്ഷിച്ചിട്ട് ലോൺ എടുത്തിട്ട് വീട് വെച്ചിട്ടുണ്ടാവും. പല കാര്യങ്ങളും ഇവിടെ അവിടുത്തെ വരുമാനം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ പല കാര്യങ്ങളും ചെയ്തു വെച്ച ആളുകളൊക്കെ നാളുകളിൽ അതൊന്നും ഇല്ലാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നാട്ടിൽ വരേണ്ടി വന്നു കഴിഞ്ഞാൽ ഇതിനേക്കാൾ കൂടുതലായിരിക്കും തൊഴിലില്ലായ്മ അല്ലെ. അപ്പോ സാധനങ്ങൾക്കാണെങ്കിൽ വില കൂടിക്കൂടി വരിക്കണം. അപ്പൊ ഈ കൂടിക്കൂടി വരുന്ന വിലകളിലുള്ള സാധനങ്ങൾ വാങ്ങിക്കുമ്പോ തന്നെ നമുക്ക് വരുമാനവും അതേപോലെ അത് നമ്മൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനും പറ്റിക്കഴിഞ്ഞാൽ ഇതിലും നല്ലൊരു അവസരം എന്താണ്. അപ്പൊ സീരിയസ് ആയിട്ട് നമ്മൾ ഈ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ സാധ്യത മനസ്സിലാക്കുക. അപ്പൊ ആളുകളുടെ നെഗറ്റീവ് എന്താണെന്ന് കേൾക്കാൻ തയ്യാറാവുക. അപ്പം ആളുകൾ എന്തിനാണ് അതിനെ നെഗറ്റീവ് പറയണത്, അവർക്ക് അതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടായിരിക്കും. അത് തിരുത്തി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം അല്ലെ. നേരെ മറിച്ച് അവരങ്ങനെ പറഞ്ഞു, ഇനി മേലാ ഞാൻ അവരോടൊന്നും പറയില്ല, അവരെ ഞാൻ ഇനി കാണില്ല, കണ്ടാ ചിരിക്കില്ല, ഇതല്ല ചെയ്യേണ്ടത്. അവർക്കത് അറിയാത്തത് കൊണ്ടാണ് നമ്മളോട് നെഗറ്റീവ് പറഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനെ അവർക്ക് തിരുത്തി കൊടുക്കാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ വിജയിച്ചു. ഇനി വിൽപ്പനയുടെ തന്ത്രം എനിക്കറിയില്ല. അടുത്തൊരു പ്രശ്നം, മാഡത്തിനെ കൊണ്ട് പറ്റും, സാറിനെ കൊണ്ട് പറ്റും, എന്നെ കൊണ്ട് പറ്റില്ല അല്ലെ. ഇവിടെ തന്ത്രം ഒന്നുമില്ല, ഈ പറഞ്ഞ സ്കില്ല് ഡെവലപ്പ് ചെയ്താൽ മതി. ഇപ്പൊ നമ്മളുടെ ഒരു ആര്യസൂക്ത എന്ന് പറഞ്ഞ പേസ്റ്റ് ഉണ്ട് അല്ലെ, ഒരുപാട് ആളുകൾ നല്ല സെയിൽ ചെയ്യുന്ന സാധനമാണ് ആര്യസൂക്തയുടെ പേസ്റ്റ്. അപ്പം ഈ ആര്യസൂക്ത പേസ്റ്റ് ഞാൻ വാങ്ങി കുറെ കാലമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിന്റെ എന്താണ് ഗുണം എന്നോ എനിക്കറിയില്ല, അല്ലെങ്കിൽ ഇത് എങ്ങനെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് എനിക്കറിയില്ലെങ്കിൽ അവിടെ ഇവിടെ തന്ത്രോ ഒന്നും ഉപയോഗിക്കണില്ല അല്ലെ. നമ്മൾ ആ പേസ്റ്റിന് എന്താണ് ഗുണം എന്ന് നമ്മൾ മനസ്സിലാക്കി, നമ്മളെ പോലെ ചിലപ്പോൾ പല്ലുവേദനയോ അല്ലെങ്കിൽ പല്ലിന്റെ വല്ല പ്രശ്നങ്ങളോ ഉള്ള ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത് സജസ്റ്റ് ചെയ്യണം. ഇതിപ്പോ നമ്മളിപ്പോ ആര്യസൂക്തയുടെ പേസ്റ്റ് ഉപയോഗിക്കുന്ന മുന്നേ നമ്മൾ പല ആളുകളും പല്ലുവേദന എന്ന സെൻസോഡൻ വേഗം ചൂസ് ചെയ്യും അല്ലെ.
അത് നമ്മൾ എത്രയോ പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ലേ സെൻസോഡൻ ബേസിനെ കുറിച്ചിട്ട്. സെൻസോഡൻ വാങ്ങി ഉപയോഗിക്കട്ടെ, എന്റെ പല്ല് പുളിപ്പൊക്കെ മാറിയത് അതുകൊണ്ടാണ് എന്ന് നമ്മൾ പല ആളുകൾക്കും സജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇന്ന് വരെ സെൻസോഡൻ കമ്പനിക്കാരെ നമുക്കൊന്നും തന്നിട്ടില്ല. ഇവിടെ നമ്മുടെ ഒരു പേസ്റ്റ് വാങ്ങിക്കുമ്പോൾ നമുക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് തന്ന് നമുക്ക് ആ കമ്പനിയുടെ ഒരു പാർട്ണർഷിപ്പും തന്നുകൊണ്ടാണ് നമുക്ക് പേസ്റ്റും സാധനങ്ങളൊക്കെ കമ്പനി തരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ആ സാധനത്തെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക. ഇതാണ് അവിടുത്തെ തന്ത്രം അല്ലെ. ഇവിടെ പഠിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് എല്ലാരും ബാക്കോട്ട് പോണത്. ഇവിടെ ഞാൻ ഫിജിക്കാർഡിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞു, ആരും കേൾക്കുന്നില്ല. എന്താണ് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ ഇവിടെ ആർക്കും ഉത്തരവില്ല. നമ്മളിവിടെ നമുക്കാണ് ഉണ്ടാക്കുക, നമ്മുടെ അക്കൗണ്ടിൽ വരുമാനം വരിക എന്നത് മാത്രമായിരിക്കും അവിടെ ചിന്തിക്കുന്നത്. അങ്ങനെയല്ല, അവർക്കത് കൊണ്ട് എന്താണ് ഉപയോഗം, അവരുടെ അക്കൗണ്ടിൽ എങ്ങനെ പൈസ വരുത്താം എന്നായിരിക്കില്ലേ അവര് ചിന്തിക്കുന്നുണ്ടാവുക. അപ്പൊ അവർക്ക് ഇതൊരു സൊല്യൂഷൻ ആയിട്ട് വേണം നമ്മൾ പറഞ്ഞു കൊടുക്കാൻ. അപ്പൊ മറ്റുള്ള ആളുകൾക്ക് ഇതിനെ വിശ്വാസം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിന്റെ തന്ത്രം അല്ലെ. ഇനി എനിക്ക് സെയിൽസ് ഇഷ്ടമല്ല, ചില ആളുകൾ പറയാണ് എനിക്കിഷ്ടല്ല ഈ സെയിൽ ചെയ്യാനൊന്നും, ഇങ്ങനെ ആളുകളുടെ മുന്നിൽ പോയിട്ട് പറയാനൊന്നും എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്ന ആളുകളില്ലേ. അങ്ങനെയാണെങ്കിൽ എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാണ്ട്. നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രമാണോ അവിടെ ചെയ്യുന്നത്? നമ്മൾ എന്നും ഇഷ്ടപ്പെട്ട ഫുഡ് മാത്രമാണോ കഴിക്കുന്നത്? അതേപോലെ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടാണോ എല്ലാ ജോലിയും ചെയ്യണത്? നിങ്ങളെ യാത്രകൾ ചിലപ്പോൾ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും ചെയ്യാം. ചില ഡ്രസ്സുകൾ നമുക്ക് ഇഷ്ടമില്ലാതെ ഉപയോഗിക്കേണ്ടി വരില്ലേ? അല്ലെങ്കിൽ നമ്മൾ കല്യാണം കഴിയണതിന് മുമ്പ് നമ്മുടെ വീട്ടിൽ ഇരുന്ന പോലെയാണോ നമ്മൾ ഹസ്ബൻഡിന്റെ വീട്ടിലിരിക്കുന്നത്? അല്ലല്ലേ. നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടാണോ എല്ലാം ചെയ്യണത്? ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് ചിലപ്പോൾ സംസാരിക്കേണ്ടി വരും, ഇഷ്ടമില്ലാത്ത ആളുകളുടെ ഇടയിൽ ജീവിക്കേണ്ടി വരും, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. എന്നിട്ട് നമ്മൾ ജീവിക്കണില്ലേ? അങ്ങനെയെങ്കിൽ ഇത് മാത്രം എന്തുകൊണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയണം. എനിക്കിഷ്ടമല്ല സെയിൽ ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആരും ഒന്നും ചെയ്യില്ല അല്ലെ. കാരണം ഒരുപാട് ആളുകള് ഇഷ്ടത്തോടു കൂടിയിട്ടല്ലെങ്കിലും ഇവിടെ നിർബന്ധിതമായിട്ട് പല കാര്യങ്ങളും ചെയ്ത് പിന്നീട് അത് ഇഷ്ടമായിട്ട് മാറിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ ബിസിനസ്സിലും പല ആളുകളും ഇഷ്ടമില്ലാതെ വന്നിട്ട് ഇന്ന് വളരെ ഇഷ്ടപ്പെട്ടിരിക്കുന്നുണ്ടാവും. എന്റെ ഹസ്ബൻഡ് ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു, പക്ഷെ ഇന്ന് എന്താണ് എന്റെ കൂടെ കട്ടയ്ക്ക് ബിസിനസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പറയുന്ന പല ആളുകളില്ലേ. എന്റെ ഫ്രണ്ടിന് ഈ ബിസിനസ് പറഞ്ഞാൽ തന്നെ ദേഷ്യമായിരുന്നു, പക്ഷെ ഇന്ന് അവര് വളരെ സീരിയസ് ആയിട്ടാണ് ഈ ബിസിനസ് ചെയ്യുന്നത്. ഇഷ്ടമില്ലാതെ ചെയ്ത ആളുകൾ ഇന്ന് കോടികൾ ഈ ബിസിനസ്സിലൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ തുടക്കത്തിൽ പല ആളുകൾക്കും ഇത് ഇഷ്ടമൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അല്ലെ. അതെന്തുകൊണ്ടാ വെച്ചാൽ നമുക്ക് അതിന്ന് ബെനിഫിറ്റ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇഷ്ടപ്പെടുന്നത്. ഇനി സെയിൽസ് കോളുകളെ എനിക്ക് ഭയമാണ്. എനിക്കൊരാളോട് നമ്മളൊരാൾക്ക് പ്ലാൻ കൊടുത്തു, അത് കഴിഞ്ഞ് പിന്നെ അവരെ ഫോളോ അപ്പ് ചെയ്യണം. ഈ ഫോളോ അപ്പ് ചെയ്യുന്ന സമയത്ത് അവരെന്തെങ്കിലുമൊക്കെ വീണ്ടും ക്വസ്റ്റ്യൻ ചോദിക്കില്ലേ, അത് ഞാൻ എന്താ പറയാ, നമ്മൾ എന്ത് പറഞ്ഞിട്ടാണ് അവരെ വിളിക്കുക എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മളിതൊരു ബിസിനസ് മൈൻഡ് സെറ്റ് മാത്രം എടുത്ത് അവരോട് ബിസിനസ് മാത്രം പറയുന്ന സമയത്താണ് നമുക്ക് പിന്നീട് അവരെ വിളിക്കാൻ ഒരു എന്താ പറയാ സ്പേസ് ഇല്ലാതെ നമ്മൾ അവിടെ കോള് വെക്കുന്നത്. എന്തായി മാഡം, ഞാൻ അന്ന് പറഞ്ഞ പ്ലാൻ എന്തായി എന്നാണ് നമ്മൾ അവിടെ ചോദിക്കുക. അതിന് പകരം നമ്മൾ അവരോട് ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിക്കണമെങ്കിൽ അവർക്ക് നമ്മളെ എന്തോ ഒരു ആശ്വാസം, നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് അവർക്ക് ലൈഫിൽ എന്തോ ഒരു ആശ്വാസം കിട്ടുന്നുണ്ട്. ഇന്ന് വരെ നിന്റെ പ്രശ്നങ്ങൾ എന്താണ്, അല്ലെങ്കിൽ നിനക്ക് എന്താണ് ആവശ്യം എന്നൊന്നും എന്നോട് ഇന്ന് വരെ ആരും ചോദിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അവർക്കൊരു സൊല്യൂഷനായി മാറിക്കഴിഞ്ഞാൽ അവര് നമ്മുടെ കോള് അവോയ്ഡ് ചെയ്യോ? ഇതൊന്നും ചെയ്യില്ല. പെട്ടെന്ന് ഇന്നലെ കണ്ട ഒരാൾക്ക് ചാടി കയറി ഫിജിക്കാരന്റെ പ്ലാൻ പറയും, ഞാനും ചെയ്യേണ്ടത് നീയും ചെയ്യേ, നീയും രക്ഷപ്പെടും. ഇതാണ് നമ്മുടെ പ്ലാന്. ഇതല്ല നമ്മുടെ പ്ലാൻ ആവേണ്ടത്. നമുക്ക് ഒരാൾക്ക് സൊല്യൂഷൻ കൊടുക്കാനും അവർക്കൊരു ആശ്വാസം കൊടുക്കാനും നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മുടെ കൂടെ അവർ നിൽക്കും. നമ്മൾ ഇന്നലകളിൽ പ്ലാന് കേട്ട സമയത്ത് എത്രയോ തവണ നമ്മളെ ഈ ഒരു ബിസിനസ്സിലേക്ക് വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ഒരു ബിസിനസ്സിന്റെ അവസരം മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് എത്രയോ ആളുകൾ വിളിച്ചിട്ടുണ്ടാവും. ഇതേ റൂട്ടിൽ തന്നെയല്ല നമ്മളും പോയത്. പറഞ്ഞു ഉടനെ തന്നെ നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ടോ? എന്നെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഈ ബിസിനസിന്റെ പ്ലാന് പോലും കേട്ടത് ഒരു 3 മാസം കഴിഞ്ഞിട്ടാണ്. ഡെയിലി എനിക്ക് ഇതിന്റെ BOPയുടെ ലിങ്ക് അയച്ചു തരും, പക്ഷെ ഞാൻ കയറില്ല. അയച്ചു തരും, ഞാൻ കയറില്ല. ഓരോ എക്സ്ക്യൂസ് പറയും. നോ പറഞ്ഞിട്ടില്ല, പക്ഷെ കയറില്ല. എന്തെങ്കിലുമൊക്കെ ഒരു എക്സ്ക്യൂസ് പറയും. അന്ന് ഷോപ്പ് ഉണ്ടായിരുന്നു, അപ്പൊ ഷോപ്പിൽ പോയി നേരം വൈകിയെന്നോ എന്തെങ്കിലുമൊക്കെ പറയും. കാരണം എന്റെ മൈൻഡില് ഞാൻ പഠിച്ചിട്ടുണ്ട്, ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ഫാഷൻ ഡിസൈനിങ് പഠിച്ചത്, എനിക്ക് സ്വന്തമായിട്ട് ലക്ഷങ്ങൾ മുടക്കി ഷോപ്പ് ഇട്ടു വന്നു, പിന്നെ എനിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല, പിന്നെ ഒന്നാമത്തെ കാര്യം സമയമില്ല. ഇതായിരുന്നു എന്റെ മൈൻഡ് സെറ്റ്. ആ സമയമില്ലാത്ത ഞാൻ ഫിജിക്കാർട്ടും ചെയ്തു, എന്റെ ഷോപ്പും കൊണ്ടുപോയി, വീട്ടത്തെ കാര്യവും ചെയ്തു. അതെന്തുകൊണ്ടാ വെച്ചാൽ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഇതിനെ പഠിക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ്. ആ പഠിക്കാൻ ശ്രമിച്ചപ്പോ
സമയമില്ല, ഷോപ്പാണ് എന്നൊക്കെ പറഞ്ഞ് ഞാന് ഫിജിക്കാട്ടല്ല നിർത്തിയത്, ഷോപ്പാണ് നിർത്തിയത്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ സാധ്യതകൾ അത്രയ്ക്കുള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെയാണ് നമ്മളിവിടെ സെയിൽസ് കോൾ എന്നതിന് പകരം അവർക്കൊരു സൊല്യൂഷൻ ഉള്ള കോളായിട്ടാണ് നമ്മുടെ കോളെങ്കിൽ അവർ ഉറപ്പായിട്ടും നമ്മുടെ കോള് അറ്റൻഡ് ചെയ്യും, നമ്മുടെ അടുത്ത് സംസാരിക്കാൻ തയ്യാറാവും. അവർക്ക് ചിലപ്പോൾ ജീവിതത്തിൽ ഒരാളോട് പോലും എന്താ പറയാ തുറന്നു പറയാൻ പറ്റാത്ത പല കാര്യങ്ങൾക്ക് നമുക്ക് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റും അല്ലേ. ഇന്ന് ഇവിടെ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, പല ആളുകളും ഇവിടെ നല്ല മോട്ടിവേഷൻ സ്പീക്കർമാരാണ്, അതേപോലെ തന്നെ മറ്റുള്ള ആളുകൾക്ക് ഒരു മരുന്നായി മാറുന്ന ആളുകളാണ്, നല്ല ടീച്ചർമാരാണ്, വഴികാട്ടികളാണ്. അങ്ങനെ പല പദവികളും നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ വന്നിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലെ. പല ആളുകളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും, അങ്ങനെ മറ്റുള്ളവർക്ക് വഴികാട്ടി കൊടുക്കാൻ പറ്റും, നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇതൊക്കെ നമുക്ക് ഈ ബിസിനസ്സിൽ വന്ന് കിട്ടിയതാണ് അല്ലെ. അപ്പോൾ ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ എന്തൊക്കെ ചെയ്യണം? ഇനിയാണ് കാര്യങ്ങൾ അല്ലെ. ഇതൊക്കെ നമ്മൾ ഓക്കെയാണ്. അപ്പം ഈ സെയിൽസ് കോളുകളെ നമ്മൾ ഭയപ്പെടുകയല്ല വേണ്ടത്, മറ്റേതിൽ പറയണ പോലെ ഭയമല്ല ജാഗ്രതയാണ് വേണ്ടത് അല്ലെ. അവർ ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ നമുക്കറിയണമെങ്കിൽ അവരെന്താ നമ്മൾ ആദ്യം പഠിക്കണം. അപ്പൊ ശരിക്കും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പഠിപ്പിക്കുന്ന പല ആളുകളും പറയുന്നത്, നമ്മൾ ഒരാൾക്ക് പ്ലാൻ കൊടുക്കാൻ പോകുമ്പോൾ അവരെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം നമ്മുടെ കയ്യിൽ വേണം. അതായത് അവരെന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയണം. ഇവിടെ പല ആളുകളും പറയും, മാഡം ദാ ഒരാള് ലൈനിലുണ്ട്, വേഗം അവരോട് സംസാരിച്ചോളൂ കേട്ടോ എന്ന് പറഞ്ഞിട്ട് കോൾ തരും. വളരെ തെറ്റായ ഒരു കാര്യമാണത്. കാരണം നമുക്ക് അവരെ കുറിച്ച് അറിയില്ല, നമ്മൾ എങ്ങനെയാണ് അവരോട് സംസാരിക്കുക. നേരെ മറിച്ച്, മേഡം നമുക്ക് ഇന്നൊരാളത്ത് സംസാരിക്കാനുണ്ട്, ആ ആളുടെ സ്ഥലം ഇവിടെയാണ്, അയാൾ ഇന്നതൊക്കെ ചെയ്യണം, അയാളുടെ വീട് ഇവിടെയാണ്, അയാളുടെ ഫാമിലി ഇങ്ങനെയാണ്, അയാൾ നേരത്തെ ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ നേരത്തെ ഇങ്ങനെയായിരുന്നു, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തിയതിന് ശേഷം അവരുടെ ഒരു അപ്പോയിന്റ്മെന്റ് വാങ്ങി ആ സമയത്ത് ഒന്നുകിൽ നേരിട്ടോ അതല്ലെങ്കിൽ അവരെ ഫോണിലൂടെ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കുള്ള സൊല്യൂഷൻ കൊടുക്കാൻ, ഈ ബിസിനസ്സിൽ വന്നാൽ അവർക്ക് വിജയിക്കാൻ പറ്റുമെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇതങ്ങനെയല്ല, കോള് വിളിച്ച് മാഡം 1 മിനിറ്റ് ഒരാൾ അപ്പുറത്തുണ്ട്, ഇപ്പൊ സംസാരിക്കൂ പറയും. നമ്മൾ എങ്ങനെയാണ് അവരോട്, ഒരു പരിചയമില്ലാത്ത ഒരാൾക്ക് നമ്മളെ വിശ്വാസം ഉണ്ടാവോ നമ്മൾ സംസാരിക്കുമ്പോ അല്ലെ. വഴിയിൽ വെച്ച് കണ്ട ഒരാൾക്ക് പെട്ടെന്ന് ചാടിക്കേറി ബിസിനസ് പറയണത് കൊണ്ടാണ് പല ആളുകൾക്കും പ്രശ്നം വരുന്നത്. അപ്പൊ നമ്മുടെ ബിസിനസ് ചെറിയൊരു കാര്യമല്ല അല്ലെ. ഇത്രയും നേരം പറഞ്ഞ മറ്റുള്ള എല്ലാ ബിസിനസ്സിനേക്കാൾ കൂടുതൽ മുതൽ മുടക്ക് ഇല്ലാതെ, ടാർഗറ്റോ പ്രഷറോ ബോസോ ഒന്നും ഇല്ലാതെ നമ്മുടെ ഇഷ്ടപ്പെട്ട സമയത്ത് നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിലൂടെ ഒരു മാസം 9 ലക്ഷം രൂപ വരെ ഏൺ ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ജസറ മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, നമ്മൾ ഒരു ദിവസം 30,000 നഷ്ടപ്പെടുത്തിയിട്ടാണ് ഓരോ ദിവസവും കടന്നു പോണത് അല്ലെ. നമ്മളുടെ കമ്പനി പറഞ്ഞിട്ട് ഇന്ന് 1500 സെയിൽസ് വോളിയം വെച്ച് കഴിഞ്ഞാൽ 30,000 രൂപ തരാന്ന്. അപ്പൊ നമ്മൾ ഇന്ന് 30,000 വാങ്ങിച്ചില്ലെങ്കിൽ നമുക്കാണ് ഒരു ദിവസം 30,000 നഷ്ടം. അപ്പോൾ ജോയിൻ ചെയ്ത ഡേറ്റ് മുതൽ ഇന്ന് വരെ 30,000 കൊണ്ട് ഇൻഡ്യൂ ചെയ്താൽ പല ആൾക്കും ബോധക്ഷയം വരും എന്ന് പറഞ്ഞത് വെറുതെ അല്ല അല്ലെ. ബൈനറി മാത്രമാണത്. ഇത് കൂടാതെ ജനറേഷൻ ബോണസ് ആയിട്ടും ഇൻഷുറൻസ് ആയിട്ടും ഇതൊക്കെ നമുക്ക് പല രീതിയിൽ എന്ത് തരുന്നുണ്ട്, ഈ ബിസിനസ്സിലൂടെ നമുക്ക് ഒരുപാട് വരുമാനങ്ങൾ നമുക്ക് തരുന്നുണ്ട് അല്ലെ. അപ്പോൾ ഈ വരുമാനങ്ങളൊക്കെ നമുക്ക് തരുന്ന സമയത്ത് നമ്മൾ ഇതിനെ പഠിക്കാൻ ശ്രമിക്കുക, പഠിപ്പിക്കാൻ ശ്രമിക്കുക, ആ പഠിച്ച ആളുകളെ കൊണ്ട് പഠിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പൊ നമ്മളെക്കാൾ കഴിവുള്ള ആളുകളും കഴിവ് കുറഞ്ഞ ആളുകളും എല്ലാ മേഖലയിലുള്ള ആളുകളും ഈ ബിസിനസ്സിലുണ്ട് അല്ലെ. എല്ലാവരും ബിസിനസ് പഠിച്ച ആളുകളായിരിക്കില്ല, ഫോൺ ഉപയോഗിക്കാൻ അറിയുന്ന ആളുകളായിരിക്കില്ല. പല മേഖലയിൽ നിന്ന്, പല ജീവിത സാഹചര്യങ്ങളിൽ നിന്നൊക്കെ വന്ന ആളുകൾ ഈ ബിസിനസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് അവർക്കെല്ലാം ഒരേ മൈൻഡ് സെറ്റ് ഇവിടെ വരുന്നതെങ്കിൽ നമ്മുടെ ട്രെയിനിങ്ങുകളുടെ ഗുണം തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ കൃത്യമായി ട്രെയിനിങ് അറ്റൻഡ് ചെയ്തുകൊണ്ടാണ് ഈ ബിസിനസ് ചെയ്യണമെങ്കിൽ നമുക്കൊക്കെ വലിയ വിജയങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ ബിസിനസ്സിൽ വിജയിക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എല്ലാവരും ഇതൊക്കെ കേട്ടു, നമുക്ക് ഇതൊക്കെ കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ആദ്യം പറയും ലിസ്റ്റ് ഇടാൻ പറയും അല്ലേ. നമ്മളെ കൊല്ലാൻ കൊണ്ടുപോണ പോലെയാണ് പറയുക, ലിസ്റ്റ് ഇടലോ. കാരണം എന്താന്ന് വെച്ചാൽ നമ്മളെ ഇവിടെ പറ്റിക്കപ്പെട്ടു, പിന്നെ എങ്ങനെയാണ് നമ്മൾ ഈ ബിസിനസ് മറ്റൊരാൾക്ക് കൊടുക്കുക? എന്റെ പ്രൊഡക്റ്റ് വരാൻ കുറച്ച് വൈകി, അപ്പൊ ഞാൻ എങ്ങനെ അത് മറ്റൊരാൾക്ക് പറയും? അല്ലെങ്കിൽ ഞാനേ വന്നു പെട്ടു, പിന്നെ എങ്ങനെ ഞാൻ മറ്റൊരാൾക്ക് പറയും?
ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ബിസിനസ്സിൽ സ്വപ്ന മാഡം 1 കോടി ഇപ്പൊ അച്ചീവ് ചെയ്തു, അതായത് 1 കോടിയുടെ ഒറ്റ ചെക്ക് ഏകദേശം 4 കോടി രൂപ ഒരു 5-6 വർഷം കൊണ്ട് ഉണ്ടാക്കി. സബിത മാഡം ഉണ്ടാക്കി. അതുപോലെ ഒരുപാട് ലീഡേഴ്സ് നമുക്ക് മുന്നിൽ ഇന്ന് പറയാനുണ്ട് അല്ലെ. ഇവരൊക്കെ ഈ ബിസിനസ്സിൽ ഇത്രയും പൈസ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇവരെ കൊണ്ടുവരാൻ ഉദ്ദേശിച്ച ആളും നമ്മളെ പോലെ ചിന്തിച്ചെങ്കിൽ ഇന്ന് ആ സ്വപ്ന മേഡം ഉണ്ടാവില്ല, സബിത മേഡം ഉണ്ടാവില്ല, പ്രവീൺ സാർ ഉണ്ടാവില്ല, ഞാൻ ഉണ്ടാവില്ല അല്ലെ, നിങ്ങൾ ഓരോരുത്തരും ഇന്ന് ഇവിടെ ഉണ്ടാവില്ല. നമ്മളിവിടെ ആദ്യമേ നെഗറ്റീവ് ചിന്തിക്കുന്നതിന് പകരം പോസിറ്റീവാണ് ചിന്തിക്കേണ്ടത്. എന്റെ നാട്ടില് ആരെയൊക്കെ ഞാൻ കോടീശ്വരന്മാരാക്കും. അപ്പൊ നമ്മുടെ നാട്ടിൽ എല്ലാവരും റിച്ച് ആയി കഴിഞ്ഞാൽ നമ്മുടെ നാട് ഇങ്ങനെയായിരിക്കുമോ? ഭയങ്കര മാറ്റമായിരിക്കും അല്ലെ. ഇപ്പൊ ദുബായ് കോളനി എന്നൊക്കെ പല സ്ഥലങ്ങളെയും പറയും. കാരണം ദുബായിൽ നിന്ന് പൈസ വന്ന് ആ ഏരിയ മൊത്തം മാറിയിട്ടുണ്ടാവും. അത്രയും നല്ല ഡെവലപ്മെന്റ് ആ നാട്ടിൽ ഒരുപാട് പേർക്ക് ഉണ്ടായിട്ടുണ്ടാവും അല്ലെ. എന്തുകൊണ്ടാണ്? അവിടെ അത്രയും ആളുകളുടെ കയ്യിൽ ക്യാഷ് ഉള്ളത് കൊണ്ട് അവരുടെയൊക്കെ ലൈഫ് സ്റ്റൈല് മാറിയത് കൊണ്ടാണ്. അങ്ങനെയെങ്കിൽ നമുക്കും കൊടുന്നൂടെ? അങ്ങനെ നല്ലൊരു എന്താ പറയാ, നമ്മുടെ നാടിനെ ഡെവലപ്പ് ചെയ്തൂടെ? നമ്മുടെ ഫ്രണ്ട്സിനെ ഡെവലപ്പ് ചെയ്തൂടെ? നമ്മുടെ ഫാമിലിയെ ഡെവലപ്പ് ചെയ്തൂടെ? ഇത്രയും കാലം ബാങ്ക് ലോണും അതേപോലെ തന്നെ എന്താ പറയാ പലിശക്കാരെയും അല്ലെങ്കിൽ സ്ഥിരമായിട്ടൊരു ജോലി ഇല്ലാത്തതും ഹോസ്പിറ്റലിൽ പോയാൽ ബില്ല് അടയ്ക്കാൻ പറ്റതും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റാത്തതും ഒക്കെ നമ്മുടെ ഫ്രണ്ട്സിനും നമ്മുടെ ബന്ധുക്കളും ഒക്കെ ചെയ്യണം നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ? എന്തുകൊണ്ടാണ് നമ്മളിവിടെ ഇവർക്കൊക്കെ ഒരു അവസരം കൊടുക്കാത്തത്? നമ്മൾ കൊടുത്താൽ ചില ആളുകളൊന്നും വാങ്ങിക്കുണ്ടാവില്ല. അത് അവർക്ക് ഇതിനെ കുറിച്ച് അറിവില്ലാത്തതും കൊണ്ടാണ്. അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. അപ്പൊ ഒരു ബോധവൽക്കരണം കൊണ്ടുവരിക എന്റെ ഒരു വലിയൊരു ആഗ്രഹമാണ്. ഇതിനെ കുറിച്ചൊരു ബോധവൽക്കരണം കൊണ്ടുവരിക. അതിനു വേണ്ടിയിട്ടാണ് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. ഒരുപാട് വ്യൂവേഴ്സ് ഇന്ന് അതിൽ വന്നിട്ടുണ്ട്. ഒരിക്കലും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നോ അല്ലെങ്കിൽ ഫോണിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ അറിയുന്നോ, സൂമിലിരുന്ന് ഇത്രയും ആളുകളോട് സംസാരിക്കുന്നോ, സ്റ്റേജിൽ കയറി മൈക്ക് പിടിച്ച് വിറയ്ക്കാതെ സംസാരിക്കുന്നോ ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ട് വന്ന ഒരാളല്ല. എനിക്കൊരു മാസം എന്റെ ഞാൻ ചെയ്യുന്ന ബിസിനസിന്റെ കൂടെ ഒരു 10,000 രൂപ അഡീഷണൽ കിട്ടണം എന്നൊരൊറ്റ ഉദ്ദേശം. മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങോ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങോ ബോച്ചനെ കുറിച്ചിട്ടോ ഒന്നും എനിക്ക് കൂടുതൽ അറിയില്ലായിരുന്നു. പക്ഷെ എന്റെ ഫ്രണ്ട് പറഞ്ഞപ്പോ ബിസിനസ്സിലാകെ ഞാൻ കേട്ടത് എനിക്കൊരു 10,000 രൂപ അഡീഷണൽ ഉണ്ടാക്കി എന്റെ വാടക കൊടുക്കാനും പെട്രോൾ അടിക്കാനുള്ള പൈസ കിട്ടുമല്ലോ എന്ന് മാത്രം വിചാരിച്ച് വന്ന ഞാൻ ഇന്ന് ഇത്രയും കാര്യങ്ങള് നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഞാൻ പഠിക്കാൻ തയ്യാറായത് കൊണ്ടാണ് അല്ലെ. എന്റെ കൂടെ ഇത്രയും ആളുകൾ നിൽക്കുന്നത് എന്ത് വേണ്ട വെച്ചാൽ നമ്മുടെ അക്കൗണ്ട് മാത്രം നോക്കാതെ നമ്മുടെ കൂടെ വന്നവരുടെ അക്കൗണ്ടും കൂടി നോക്കണം കൊണ്ടാണ്. അപ്പൊ നമ്മുടെ കൂടെ സഹകരിക്കുന്ന ആളുകളൊക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഒരിക്കലും ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന ആൾക്കാരെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല അല്ലെ. ഒരാൾ ഇരുന്നോടെ തന്നെ ഇരിക്കുകയാണ്, ഞാൻ വരില്ല പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പിടിച്ചു വലിച്ച് നോക്കിയിട്ട് വന്നില്ലെങ്കിൽ നമുക്കും ആ ലക്ഷ്യത്തിൽ എത്തണം എന്നുള്ളത് കൊണ്ട് പിന്നെ നമ്മൾ അവരെ കാത്തു വെക്കില്ല. പിന്നീട് അവർക്ക് എപ്പോ വേണമെങ്കിലും വരാം. അപ്പം ഇതൊരു യാത്രയാണ്. ആ യാത്രയിൽ ഒരുപാട് ആളുകളുമായിട്ട് നമ്മൾ കയറുന്ന ഒരു വണ്ടിയാണ്. ആ വണ്ടിയിൽ ആരൊക്കെ വരണം, ഏതൊക്കെ സ്റ്റോപ്പിൽ ഇറങ്ങണം എന്നൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലക്ഷ്യസ്ഥാനത്തിൽ എത്തില്ല അല്ലെ. നമ്മുടെ ലക്ഷ്യം ഡെയിലി 30,000. എന്റെ ലക്ഷ്യം ഡെയിലി 30,000 ആണ്. ഡെയിലി 30,000 ആണെങ്കിൽ മാസം 9 ലക്ഷം. എന്റെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ഒരിക്കലും എനിക്ക് ഒരു 9 ലക്ഷം കിട്ടാൻ വേറെ ഏത് മേഖലയിലും യാതൊരു ചാൻസും ഇല്ല. ഞാൻ സ്വന്തമായിട്ട് ഷോപ്പ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും 9 ലക്ഷം ഒരു മാസം ഉണ്ടാക്കണമെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പൈസ ഞാൻ ഇവിടെ ഇറക്കേണ്ടി വരും അല്ലെ, എഫേർട്ട് എടുക്കേണ്ടി വരും. ഇന്ന് എനിക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ, എന്നെ സ്നേഹിക്കാൻ ഒരുപാട് ടീമും കാര്യങ്ങളും ഞാൻ പൈസ കൊടുക്കാതെ ഒരുപാട് ആളുകൾ എന്റെ കൂടെ ഇന്നുണ്ടെങ്കിൽ അതാണ് നെറ്റ്വർക്ക് മാർക്കറ്റിന്റെ വലിയൊരു വലുപ്പം എന്ന് പറയുന്നത്. അപ്പോ ആദ്യമേ നമ്മൾ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഇഷ്ടമില്ലാതെ ഒരു 20-40 ആളുകളുടെ അല്ല, നമുക്ക് ഈ നാടിനെ മാറ്റിമറിക്കാൻ പറ്റും എന്നൊരു രീതിയിൽ ഒരുപാട് ആളുകളെ നമ്മൾ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കട്ടെ. ആ ഓപ്പർച്യൂണിറ്റി കൊണ്ടുവരുന്ന സമയത്ത് അവര് പറയും പറ്റില്ല, ഇവര് പറയും പറ്റില്ല, അത് അവർക്ക് ഭാഗ്യമില്ലാത്തത് കൊണ്ടാണെന്ന് മാത്രം ചിന്തിക്കുക. അല്ലാതെ നമ്മളല്ല ലിസ്റ്റിലുള്ള ആളുകൾ പ്ലാൻ കൊടുത്ത് വരാത്തതിൽ വിഷമിക്കേണ്ടത്. കാരണം എന്റെ ഫാമിലിയിൽ ഒരുപാട് ആളുകൾ, എന്റെ ഫ്രണ്ട്സോ ഫാമിലിയിലുള്ള ആളുകളൊക്കെ ഈ ബിസിനസ്സിൽ വരാതിരുന്നിട്ടുണ്ട്. പക്ഷെ അവരിന്നും അവിടെ നിൽക്കണു. ഞാൻ ഇന്ന് കമ്പനിയുടെ സെയിൽസ് ഡെവലപ്മെന്റ് മാനേജറായി. എനിക്കാണോ നഷ്ടം? എന്റെ കൂടെ വരാതിരുന്നവർക്കാണോ നഷ്ടം? അപ്പോ തുടക്കത്തിൽ ഇതൊന്നും മനസ്സിലാവില്ല ആർക്കും. അപ്പൊ നമ്മളെ വിളിക്കുന്നത് നമ്മുടെ കൂടെ അവരെയും കൂടി ചേർത്ത് പിടിക്കാനാണ്. നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞ ആളുകൾ നാളുകളിൽ നിങ്ങളുടെ കൂടെ വരാൻ സാധ്യതയുണ്ടാവും. അതുകൊണ്ട് അവരോട് ദേഷ്യപ്പെടുകയോ അവരോട് ചൂടാകുകയോ ഒന്നും ചെയ്യണ്ട. പിന്നെ അപ്പൊ നമ്മുടെ ആ ലിസ്റ്റുകളെ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കുക. ലിസ്റ്റ് എഴുതി വെച്ചത് കൊണ്ട് കാര്യമില്ല. ഡെയിലി ഞാൻ ഈ ഒരു കാര്യം
ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കും എന്നത് പറഞ്ഞിട്ട് നമ്മളെ നാടിന് വേണ്ടി ഒരു നന്മയാണ് ചെയ്യണത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. ഈ ഒരു ബിസിനസ്സിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക. ഒരുപാട് നമുക്ക് ഇവിടെ ഒരു ചരിത്രം തന്നെ സൃഷ്ടിക്കാൻ പറ്റും അല്ലെ. നമ്മുടെ കയ്യിൽ വലിയൊരു ബിസിനസ് സ്ഥാപനം ഇല്ലാതെ നമുക്ക് വലിയൊരു ബിസിനസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി, നമ്മൾ ക്യാഷ് കൊടുക്കാതെ നമ്മുടെ കമ്പനി പൈസ കൊടുത്തോളും നമ്മുടെ പാർട്ട്നേഴ്സിന് അല്ലെ. നമ്മൾ പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുക്കണ്ട, ബാക്ക് ഓഫീസിന്റെ കാര്യം ഒന്നും നമുക്ക് അറിയണ്ട അല്ലെ. നമ്മൾ ആകെ ചെയ്യണത് പ്രൊമോഷൻ മാത്രം. അപ്പോൾ ഇഷ്ടത്തോടു കൂടി സ്നേഹിക്കുക. ഒരാളെയും പറ്റിക്കാനല്ല ഈ ബിസിനസ്സിൽ കൊണ്ടുവരണേ എന്ന് നമുക്ക് ആദ്യം ബോധം വേണം. എന്നിട്ട് നമ്മൾ ഇതൊന്ന് മുന്നോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാകാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു മൈൻഡ് സെറ്റിൽ പോകുന്നത് കൊണ്ടാണ് എനിക്കും വിജയങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നത്. എൻ്റെ കൂടെ നിൽക്കാൻ ഇന്ന് ഒരുപാട് ആളുകൾ ഉണ്ടാവുന്നത്. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഇഷ്ടപ്പെട്ട സമയത്ത് ഒരു റിസ്കോ ഒരു ടെൻഷനോ യാതൊന്നുമില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഇതിലും വലിയൊരു ഓപ്പർച്യൂണിറ്റി സ്വപ്നങ്ങളിൽ മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് മീ രമ്യ രഘു, സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർ ഓഫ് Fijica.com. താങ്ക് യു ഓൾ. താങ്ക് യു രമ്യ മാം. അപ്പോൾ മാം